താറാവിനെ വളർത്തുന്നവർക്കൊരു മാർഗ്ഗനിർദ്ദേശമാണ്. രാവിലെ എഴുന്നേറ്റ് കൂടെല്ലാം വൃത്തിയാക്കി പിന്നവരൊക്കെ ഒഴിച്ചെല്ലാം അടിപൊളിയാക്കി വെള്ളം മാറി ഞങ്ങളെ 25 താറാവിൽ 7 മുട്ട ഇട്ട് ആദ്യം 1 മുട്ട, പിന്നെ 2 മുട്ട, പിന്നെ 3, 4, 7 വരെയായി. വലിയ സന്തോഷമുണ്ട്. രാവിലെ ഇറങ്ങി നമ്മളെ അരമണിക്കൂർ ജോലി ചെയ്യും. എല്ലാം തൂത്തുവാരി വൃത്തിയാക്കും. പിന്നെ അറക്കുപൊടി ഇടും. അടിയിൽ സിമെൻറ്റ് തേച്ച് കുട്ടിയെ ടൈൽസൊക്കെ ഇട്ടിരിക്കുക. എല്ലാം വൃത്തിയാക്കി ഇടും. പിന്നെ തീറ്റി കൊടുക്കും, വെള്ളം മാറും. ഇത്രയുള്ള ജോലി. ദിവസം 5-8 മുട്ടയൊക്കെ കിട്ടുമ്പോൾ മനസ്സിന് സന്തോഷമാണ്. അങ്ങനെ തീറ്റ കൊടുത്തു. രാവിലെ തീറ്റയുടെ പരിവേഷമാണ്. എല്ലാം കുളിച്ചൊക്കെ റെഡിയായിരിക്കുക. ദിവസവും കൂട് വൃത്തിയാക്കണം. ദിവസവും അരക്കപ്പൊടി മാറണം. വെള്ളം 2-3 നേരം മാറണം. നാളെ സ്മെല്ലടിക്കാതിരിക്കും. ദിവസം മുട്ട കിട്ടിക്കഴിയുമ്പോൾ മനസ്സിന് സന്തോഷമാണ്. താറാവിൻ്റെ അതുപോലെ അറക്കപ്പൊടി വാരിക്കൊണ്ട് വരുന്ന വേസ്റ്റ് വരുന്ന മൊത്തം ഈ വാഴയുടെ മൂട്ടിലും കപ്പയുടെ മൂട്ടിലും കസ്തൂരിമഞ്ഞളിൻ്റെ മൂട്ടിൽ എല്ലാത്തിനും മൂട്ടിലിടും. നമുക്ക് ഒരു ചാക്ക് വളം വേണമെങ്കിൽ 1250 രൂപ കൊടുക്കണം. 1500 രൂപ, 1250 രൂപ. ഇത് നല്ല വളമാണ് കേട്ടോ. അപ്പം നമുക്ക് താറാവിനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. അതിൻ്റെ വളവും നമുക്ക് പ്രയോജനപ്പെടും. ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വിൽക്കുകയും ചെയ്യാം. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് അതിൻ്റെ മണ്ടയിൽ ഇട്ടാൽ മതി. അത് പൊടിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ചാക്ക് കണക്കിന് വിൽക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതെൻ്റെ ഇക്കൊല്ലത്തെ കൃഷിയാണ്. കപ്പയുണ്ട്, വാഴയുണ്ട്, വഴുതനങ്ങയുണ്ട്, കസ്തൂരിമഞ്ഞളുണ്ട്. പന്നി ഇതിന് മുൻ വർഷങ്ങളിൽ പന്നി കയറി മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം പന്നി ഇതുവരെ കയറിയിട്ടില്ല. ഇതിന് പ്രത്യേകം ഞാൻ ഇടുന്ന വളം എന്ന് പറഞ്ഞാൽ വീട്ടിലെ വളങ്ങളാണ് ഇടുന്നത്. ചാരവും ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇടുന്നത്. പിന്നെ താറാവിൻ്റെ വേസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാമാണ് ഇടുന്നത്. അല്ല പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. താറാവിൻ്റെ വേസ്റ്റ് വരുന്ന വളം ഒക്കെ ഇടുന്നു.